ഒരു രാജ്യത്തേക്ക് ഒരു വ്യക്തിക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ പല രീതിയിലുള്ള വിസകളാണ്. അതിൽ ഒരു രാജ്യം ചുറ്റി കാണാൻ പോകുന്ന ആൾക്ക് ടൂറിസ്റ്റ് വിസ, പഠിക്കാൻ പോകുന്നതിന് സ്റ്റുഡൻറ്റ് വിസ, മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ PR ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. അങ്ങനെ ഓരോ രാജ്യത്തേക്ക് എൻ്റർ ചെയ്യുന്നതിന് എന്ത് കാരണം എന്നുള്ളത് കാണിക്കണം. എത്ര നാൾ അവിടെ സ്റ്റേ ചെയ്യും, എന്ത് കാരണത്തിനാണ് പോകുന്നത് എന്നുള്ളത്. ഒരു പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിസ എന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത്, അത് അവിടുത്തെ രാജ്യത്തിൻ്റെ എംബസിയുടെ ഗവൺമെൻറ് ഒരു ഡിസിഷനാണ് ആ കുട്ടിക്ക് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. അത് കൊടുക്കുമ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്, എന്തിനാണ് ഈ ഷോ മണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, എപ്പോഴാണ് അതിന് പ്രാധാന്യം വരുന്നത്, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഷോ മണി എന്നതിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം തന്നെ ഒരു കുട്ടി സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പൈസ ഉണ്ട്, അവിടെ നിലനിൽക്കാനായിട്ടുള്ള പൈസ ഉണ്ടെന്നും അവന് അവിടുത്തെ കാര്യങ്ങൾ, അവൻ്റെ ജീവിത ചെലവിന് വേണ്ടിയിട്ട് വേറെ പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല, അവൻ്റെ അക്കൗണ്ടിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ആ രാജ്യത്തെ ഒരു എംബസിയിൽ വിസയ്ക്ക് ഇരിക്കുന്ന ഒരു ഓഫീസറുടെ കാഴ്ചപ്പാട് വേണം ഈ കുട്ടി ചിന്തിക്കാനായിട്ട്. എന്താണ് അയാളുടെ കാഴ്ചപ്പാട്? ഈ പോകുന്ന ഒരു കുട്ടി ഒരിക്കലും അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുന്നതല്ല എന്നും അവന് നാട്ടിൽ ആവശ്യത്തിന് അസറ്റ് ഉണ്ട്, അതുകൊണ്ട് അവൻ തിരിച്ചു വരുമെന്നുള്ളതാണ് അവനോട് പ്രൂവ് ചെയ്യുന്നത് ഒരു വിസ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഇവിടുത്തെ അസറ്റ്സ് എത്രമാത്രം കൂടുന്നോ, എത്രമാത്രം നമ്മൾ കാണിക്കുന്നോ, അതിനകത്ത് നമ്മളിവിടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നും മറ്റൊരു രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. ഷോ മണി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൂടെ അവൻ്റെ ജീവിത ചെലവ് അവന് മീറ്റ് ചെയ്യാനായിട്ടുള്ള, അവിടെ എത്ര കാലത്തിനവിടെ പഠിക്കാൻ പോകുന്നത്, അതിന് വേണ്ട ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ട പൈസ അവൻ്റെ കയ്യിലുണ്ടെന്നും, അതേപോലെ തന്നെ നാട്ടിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിൽ ബാലൻസും അല്ലെങ്കിൽ അസറ്റുകളും പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ടെന്നും ആ കാരണം കൊണ്ട് തന്നെ പുറമെ പോയി സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ വിസ ഓഫീസർ നോക്കുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ വിസയ്ക്കുള്ള ചാൻസസ് ഹൈ ആണ്. അസറ്റ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അസറ്റ്സിൻ്റെ നമ്പർ വളരെ കുറയുകയും അതേപോലെ തന്നെ അവർക്ക് അക്കൗണ്ടിൽ വേണ്ട ട്രാൻസാക്ഷൻ ഇല്ലാതിരിക്കുമ്പോൾ അതൊരു റിസ്കി പ്രൊഫൈലായിട്ടാണ് വിസ ഓഫീസർ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് വിസ റിജക്ഷൻസ് സംഭവിക്കുന്നത്. അപ്പോൾ ഓഫർ ലെറ്റർ മേടിക്കുക എന്ന് പറഞ്ഞ ഒരു പോയിന്റ് വരെ എല്ലാവരും ചിന്തിക്കുമെങ്കിലും വിസയുടെ പോയിന്റിലെത്തുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എന്തെല്ലാം രീതിയിൽ എത്ര പൈസ കാണിക്കണം, ഡോക്യുമെൻറ്റ്സ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു വേണ്ടത്ര അറിവില്ലായ്മയാണ് വിസ റിജക്ഷൻസിലേക്ക് നയിക്കുന്നത്. അതുതന്നെയാണ് ഈ ഷോ മണിയുടെ ഇമ്പോർട്ടൻസും. ഈ തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി സ്റ്റഡി അബ്രോഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലേക്ക് വന്നാൽ 6 മാസം മിനിമം മുന്നെയെങ്കിലും ഈ ഷോ മണിയെ പറ്റിയിട്ടുള്ള വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത പക്ഷം ആ ഡ്രീം, സ്റ്റഡി അബ്രോഡ് എന്ന ഡ്രീം ഒരിക്കലും മെറ്റീരിയലൈസ് ചെയ്യാതെ വരികയുണ്ടാവും.